ഹലോ എവരി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ കാത്തിരുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൻ്റെ എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിരിക്കുന്നത് ഈ എക്സാമിനേഷൻ ഉണ്ടാവുമോ, ഇത് ക്യാൻസൽ ചെയ്തു എന്ന് കേട്ടല്ലോ, ഇത് ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ iPlusൻ്റെ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നന്നായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, എക്സാമിനേഷൻ ഉടനടി വരും എന്നുള്ളത്. ഈ എക്സാമിനേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് മെയിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ 2 മാസങ്ങളിലൊക്കെ നിങ്ങൾ തകൃതിയായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ പഠിത്തം മാറ്റിവെച്ചു. അതായത് ഈ എക്സാം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുട്ടികൾ പതുക്കെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാർച്ച് ടൈമിലാണ്. സോ ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരാൻ പോകുന്നത്. ആൻഡ് ഈ എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മുടെ iPlusൻ്റെ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോക്ക് എക്സാമിനേഷൻസോടുകൂടി നിങ്ങളുടെ റിവിഷൻ ടോപ്പിക്സിലൂടെ നമ്മളുടെ ക്ലാസ്സുകളുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ iPlusൻ്റെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രിലിമിനറി എക്സാമിനേഷൻസിൽ പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി മോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. മോക്ക് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ മറന്നുപോയ കുറച്ച് ഏരിയ ആണ്. ചിലപ്പം മാത്സിലായിരിക്കും ചിലപ്പോൾ വീക്ക്, ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും വീക്ക്. സോ ഏത് സ്ഥലമാണോ നിങ്ങളുടെ വീക്ക് ഏരിയ എന്നുള്ളത് നമുക്ക് ഈ മോക്ക് എക്സാംസിലൂടെ തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മളുടെ ധാരണ എന്താണ്, നമ്മൾക്ക് ഒരു സ്ഥലത്ത് എന്താണ് നമ്മളുടെ സ്കില്ല്. ഇനി നമുക്ക് ഇനിയുള്ള മാസം, അതായത് ഇതിപ്പം ഡിസംബറിൻ്റെ അവസാനം ആവാറായി, ഇനി നമുക്ക് ഡിസംബറിൽ 10 ദിവസങ്ങൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് ഉണ്ട്. ആൻഡ് ജാനുവരി ഫുള്ള് നമുക്ക് അവിടെ കിടക്കുന്നു. ഫെബ്രുവരി നമുക്ക് ഏറെക്കുറെ ഓൾമോസ്റ്റ് ഫുള്ള് കിട്ടും. അതായത് 60 ഡേയ്സ് സ്റ്റാർട്ടർതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. കാരണം ഇത് വലിയ എക്സാമൊന്നുമല്ല, 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ബേസിക് ലെവൽ എക്സാമിനേഷനാണ്. ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. ആൻഡ് ഹൈ ലെവൽ എക്സാമിനേഷൻ, നമ്മുടെ RBIയുടെ എക്സാമിനേഷൻ പോലെ ഹൈ ലെവൽ ടഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബേസിക് മാത്രം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 60 ഡേയ്സ് സ്റ്റാർട്ടർതി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം ഡു മോക്സ്, ഡു വാച്ച് വീഡിയോസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.